മധ്യ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 250 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നു. അതിനിടയിൽ ഗസയിൽ ഇസ്രയേൽ സൈന്യം ഹമാസിന്റെ കടുത്ത ചെറുത്തുനിൽപ്പ് നേരിടുന്നുവെന്നും വാർത്ത വരുമ്പോൾ പി ജെയിംസ് ചേരുന്നു ഈ വാർത്തകളെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. പിക്ക് ക്രിസ്മസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. ക്രിസ്മസ് ഇല്ലായിരുന്നു. എന്നാലും കുറച്ചു നേരമെങ്കിലും അവധി കൊടുത്തോ? അല്പനേരം. ദുഃഖത്തിന് ഞാൻ ഇന്നലെ അവധി കൊടുത്ത ഒരു പാട്ടില്ലേ പണ്ട്, ജെയിംസിന്റെ 16-ാം വയസ്സിൽ ഇറങ്ങിയ പാട്ടത്. ഓക്കെ പി ജെയിംസ്, അപ്പൊ ഗസയിലേക്ക്. എസ്കെൻ, ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അത് കൂടുതൽ രൂക്ഷമാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. നേരത്തെ അവർ യുദ്ധം ആരംഭിച്ചത് 2.5 മാസം മുമ്പ് വടക്കൻ ഗസയിൽ നിന്നാണ്. പിന്നെ വടക്കൻ ഗസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് പോയിക്കൊള്ളൂ. അങ്ങനെ ലക്ഷങ്ങൾ പലായനം ചെയ്തു തെക്കൻ ഗസയിലേക്ക്. അവിടെയും ആക്രമണം, ഖാൻ യൂണിസ് അടക്കമുള്ള നഗരങ്ങളിൽ ആക്രമണം നേരിട്ടപ്പോൾ റഫയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. റഫയിലും ആക്രമണം നടത്തി. ഇപ്പോൾ മധ്യ ഗസയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നത്. 4ാമത്തെ സ്പോട്ടാണ്. അതിൽ കഴിഞ്ഞ ദിവസം 200 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 250 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. അതിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട്. പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും വരെ ആക്രമണങ്ങൾ നടക്കുന്നു. ഏതാണ്ട് വടക്കൻ ഗസയിലെ എല്ലാ ആശുപത്രികളും പൂട്ടിക്കഴിഞ്ഞു. തെക്കൻ ഗസയിൽ ഏതാനും ആശുപത്രികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റേ ജബാലിയ അഭയാർത്ഥി ക്യാമ്പാണ് ഏറ്റവും വലിയ ക്യാമ്പ്. ലക്ഷങ്ങളുണ്ട്. അവിടെ പലതവണയായി ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നു. ഇവിടെയും മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണവും നടന്നിരുന്നു. ഇപ്പോൾ 250 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഒരുപക്ഷെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന മനുഷ്യത്വമില്ലാത്ത ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം പറയുന്നത് യുദ്ധം ഇനിയും നീണ്ടുപോകും. അതിന് നൽകുന്ന സൂചനകളുണ്ട്. അതിപ്പോൾ തന്നെ ഗസയിൽ നിന്ന് വരുന്നുണ്ട്. ഈ 400 മൈല് ഉള്ള തുരങ്കങ്ങളിലിരുന്ന് ഹമാസ് ഒളിയുദ്ധം നടത്തുകയാണ്, ഗറില്ല യുദ്ധം നടത്തുന്നു. ഒരുപാട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. ആ വാർത്തകൾ ഒരുപക്ഷെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വേണ്ട പോലെ വരുന്നില്ല. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോൾ തന്നെ 150-ലേറെ ഇസ്രായേലിൻ്റെ സൈനികർ, ടാങ്കുകളുമായിട്ട് വന്ന സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 100 കണക്കിന് ടാങ്കുകൾ, ഇസ്രായേലി ടാങ്കുകൾ തകർത്തിട്ടുണ്ട്. ഇസ്രായേൽ കനത്ത ഒരു ചെറുത്തുനിൽപ്പിനെ നേരിടുന്നുവെന്ന് ഇസ്രായേലിൻ്റെ ഭരണകൂടം തന്നെ പറയുന്നു. അതുകൊണ്ട് യുദ്ധം നീണ്ടുപോകും, യുദ്ധം പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എസ്കെൻ, ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഖത്തർ, ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നു വരുന്നു. പക്ഷേ ഒരു ഇതിലും വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ പ്രതിനിധികൾ ഇനിയും ഈ മണിക്കൂറുകളിൽ അവിടെ എത്തുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭരണകൂടവുമായി ചർച്ച നടത്തുന്നുണ്ട്. അമേരിക്ക പലതവണ പറഞ്ഞിട്ടും ഈ സിവിലിയൻസിനെ, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ കുറവുണ്ടായിട്ടില്ല. എന്തായാലും ഇസ്രായേലിനെതിരെയുള്ളൊരു ഫോർമേഷൻ അറബ് രാജ്യങ്ങളിൽ ശക്തമായി വരികയാണ്. എസ്കെൻ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി മറ്റൊരു കാര്യം, സിറിയയിൽ ഇറാൻ്റെ കമാൻഡറെ വ്യോമാക്രമണത്തിൽ വധിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. ഇസ്രയേലാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന ഭീഷണിയും വരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? എസ്കെൻ, ഇപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു പോക്കനുസരിച്ച് ഇത് നേരിട്ട് ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധമായി മാറുമോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഹമാസ് ഇറാൻ്റെ പിന്തുണയിലാണ് ഈ പോരാട്ടം നടത്തുന്നത്. ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും ഇറാൻ നൽകിയ ആയുധങ്ങളും സന്നാഹങ്ങളുമായിട്ടാണ്. ഗുജറാത്ത് തീരത്ത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നൊരു കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്കൻ സൈന്യം, നാവികസേന തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം ചുറ്റിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ലെബനിൽ നിന്ന് ഹെസ്ബുള്ള ആക്രമിക്കുന്നതും ഇസ്രായേലിലേക്കാണ്. ഹെസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും ഇതെല്ലാം നൽകുന്നത് ഇറാനാണ്. ഒരുപക്ഷെ അറബ് ലോകത്ത് ആകെയുള്ളൊരു ആശങ്ക ഈ 3 ഹമാസും ഹെസ്ബുള്ളയും ഹൂതികളും ഒരുമിച്ച് നീങ്ങുമ്പോൾ പരമ്പരാഗതമായ ഭരണക്രമങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം പറ്റുമെന്നുള്ള പേടി സൗദിക്ക്, UAE-ക്ക്, ബഹ്റിന്, ഒരുപാട് രാജ്യങ്ങൾക്കുണ്ട്. പക്ഷെ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ്റെ നിലപാടാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം സിറിയയിൽ ആക്രമണം നടത്തി ഇറാൻ്റെ കമാൻഡർ മുസാവിയെ വധിച്ചിരിക്കുന്നു ഇസ്രായേൽ. ഇത് നേരത്തെ അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ബാഗ്ദാദിൽ ചെയ്തതാണ്. ഇറാഖിലെ തലസ്ഥാനമായ ബാഗ്ദാദിൽ വിമാനമിറങ്ങി കോൺവോയ് ആയിട്ട് പോകുമ്പോൾ സുലൈമാനി എന്ന ഇറാൻ്റെ സൈന്യത്തിൻ്റെ അവരുടെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ തലവൻ സുലൈമാനിയെ
ലേസർ ഗൈഡഡ് മിസൈൽ അയച്ച് വധിക്കുകയായിരുന്നു അമേരിക്ക. അത് വലിയ ബഹളമുണ്ടാക്കിയിരുന്നു. അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലെത്തി. അതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. പലയിടത്തൊക്കെ ഇറാൻ തിരിച്ചടി നൽകുന്നുണ്ട്. ഇപ്പോൾ സിറിയയിൽ ഇറാൻ്റെ സൈന്യമാണ്, റവല്യൂഷണറി ഗാർഡ്സാണ്, വലിയ സാന്നിധ്യമുണ്ട്. അതിനെതിരെയാണ് സിറിയയിൽ പോയി ഇസ്രായേൽ ഈ യുദ്ധസമയത്ത് തന്നെ അവരുടെ കമാൻഡർ ഉണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് മുസാവിയെയും നിരവധി പേരെയും വ്യോമാക്രമണത്തിൽ വധിച്ചത്. അതിനെതിരെ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നു. കടുത്ത തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വലിയ അപകടം എന്ന് പറയുന്നത് SKN ഇസ്രായേലിൻ്റെ കയ്യിൽ അണവായുധമുണ്ട്, ഇറാൻ്റെ കയ്യിലും അണവായുധമുണ്ട്. അപ്പോൾ ഈ ഹെസ്ബുള്ളയും ഹമാസും ഹൂതികളൊക്കെ നടത്തുന്ന ആക്രമണം പോലെയല്ല, ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങിയാൽ അത് വല്ലാത്ത പ്രശ്നമാവും. അറബ് ഉച്ചകോടി നടന്നപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിനെ ടെററിസ്റ്റ് ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും അവർക്കെതിരെ യുദ്ധം ആരംഭിക്കണമെന്നും. പക്ഷേ സൗദി, UAE, ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ അതിനെ എതിർത്തുകൊണ്ടാണ് നടക്കാതെ പോയത്. അതുകൊണ്ട് ഇറാൻ ഇപ്പോഴും ഒരു ഫൈറ്റിൻ്റെ മൂഡിലാണ്. അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള തരത്തിലേക്ക് പോയാൽ ഇറാൻ്റെ പിറകിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്. ഇസ്രായേലിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ട് അമേരിക്കയും യൂറോപ്പുമുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊന്ന് എത്തല്ലേ എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ഉക്രൈൻ യുദ്ധം ഏതാണ്ട് തീരാനുള്ള സൂചനകളൊക്കെ കണ്ടുകൊണ്ട് തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടിക്കൊണ്ടിരിക്കുന്നത്. ആയുധ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ദശലക്ഷക്കണക്കിന് കോടികളുടെ ബിസിനസ്സാണ്. ഒരു സ്ഥലത്ത് യുദ്ധം തീരുമ്പോൾ മറു സ്ഥലത്ത് അവർ തുടങ്ങും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊറിയയിൽ അവർ വലിയ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്, ദക്ഷിണ കൊറിയയും വടക്കൻ കൊറിയയും. അപ്പോൾ ആ തരത്തിൽ പ്രശ്നങ്ങൾ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നു SKN. ബിബി ജെയിംസ്, ഇനി ഒരു അല്പനിമിഷം താങ്കൾ അവിടെ റെസ്റ്റ് എടുക്കണം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.